ടെക്സസിലെ പോർട്ട് ആർത്തറിലുള്ള വലേറോ ഓയിൽ റിഫൈനറിയിൽ ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. മാർച്ച് 23 തിങ്കളാഴ്ച രാത്രിയോടെ റിഫൈനറിയിലെ ഒരു ഇൻഡസ്ട്രിയൽ ഹീറ്ററിൽ ഉണ്ടായ തകരാറിനെ തുടർന്ന് വലിയ സ്ഫോടനവും പിന്നാലെ തീപിടുത്തവും ഉണ്ടായി. അമേരിക്കയിലെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നായ ഇവിടെ നിന്ന് കറുത്ത പുക ആകാശത്തേക്ക് ഉയരുകയും മൈലുകളോളം ദൂരത്തിൽ സ്ഫോടന ശബ്ദം കേൾക്കുകയും ചെയ്തു. പുക ശ്വസിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പോർട്ട് ആർത്തറിലെ ജനങ്ങളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാൻ അധികൃതർ നിർദ്ദേശിച്ചു. നിലവിൽ റിഫൈനറിയിലെ എല്ലാ ജീവനക്കാരെയും കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കും ഗുരുതരമായ പരുക്കുകളോ മരണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാഥമിക അന്വേഷണങ്ങൾ പ്രകാരം ഇതൊരു യന്ത്ര തകരാർ മൂലമുണ്ടായ അപകടമാണ്. അട്ടിമറി സാധ്യതകൾ നിലവിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടും എണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിദിനം 4,35,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കുന്ന ഈ പ്ലാന്റിലുണ്ടായ അപകടം വിപണിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയതായി ഇറാൻ പറയുന്നു. ഇസ്ഫഹാനിൽ അവിടുത്തെ ഒരു ഗ്യാസ് അഡ്മിനിസ്ട്രേഷൻ കെട്ടിടവും ഗ്യാസ് പ്രഷർ റെഗുലേഷൻ സ്റ്റേഷനും ആക്രമിക്കപ്പെട്ടതായി ഇറാന്റെ ഫാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മറ്റൊരിടത്തും അപകടമുണ്ടായി. അതായത് ഖോറം ഷഹർ, അവിടെ ഒരു പവർ പ്ലാന്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈനിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഈ കേന്ദ്രങ്ങൾക്ക് ഭാഗികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ജീവഹാനിയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രയേലിനും GCC കൺട്രീസിനും നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ഇവയാണ്. ടെൽ അവീവിൽ ഒരു ബഹുനില കെട്ടിടത്തിന് നേരെ നേരിട്ടുള്ള ആക്രമണമോ അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത അവശിഷ്ടങ്ങൾ വീണോ അതിൽ ഉറപ്പില്ല. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധയിടങ്ങളിലായി 6 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ജെറുസലേമില് നഗരത്തിന് മുകളിൽ മിസൈലുകൾ തടയുന്നതിനിടെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ഡിമോണയിൽ ഇസ്രയേലിന്റെ ആണവ കേന്ദ്രത്തിന് സമീപമുള്ള ഈ പ്രദേശത്ത് മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. UAEയിൽ മാർച്ച് 23-ന് 7 ബാലിസ്റ്റിക് മിസൈലുകളും 16 ഡ്രോണുകളും UAE പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. അബുദാബിയിലും ദുബായിലെയും ചില ഭാഗങ്ങളിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയിൽ മാർച്ച് 24-ന് കിഴക്കൻ മേഖലയിൽ 8 ഡ്രോണുകൾ തകർത്തു. റിയാദിലെ US എംബസിയും റാസ് തനൂറ റിഫൈനറിയും ഭീഷണിയിലായിരുന്നു. കുവൈറ്റിൽ മിസൈലുകൾ തടയുന്നതിനിടെ ഉണ്ടായ അവശിഷ്ടങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തു. ബഹ്റൈനിൽ ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഒരു കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ഡ്രോൺ ആക്രമണം കാരണം ആമസോൺ ക്ലൗഡ് സേവനങ്ങളിൽ തടസ്സമുണ്ടായിരിക്കുന്നു. ഖത്തറിൽ ഇന്ന് രാവിലെ ഒരു മിസൈൽ ആക്രമണം തടഞ്ഞു. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 5 ദിവസത്തേക്ക് മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർച്ച് 23-ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളിക്കളയുകയും ഇത് വ്യാജ വാർത്ത ആണെന്ന് പറയുകയും ചെയ്തു. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്ന് 66 പേർ കൊല്ലപ്പെട്ടു. കാനഡയിലെ മോൺട്രിയലിൽ നിന്നുള്ള എയർ കാനഡ എക്സ്പ്രസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിൽ ഒരു ഫയർ ട്രക്കുമായി കൂട്ടിയിടിച്ചു. വിമാനത്തിലെ 2 പൈലറ്റുമാർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. വിമാനത്തിലുണ്ടായിരുന്ന 41 യാത്രക്കാരെയും ജീവനക്കാരെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റൊരു വിമാനത്തിലുണ്ടായ പുകയുടെ മണം പരിശോധിക്കാൻ പോവുകയായിരുന്നു ഈ അഗ്നിശമന സേനാ വാഹനം. ട്രക്കിലുണ്ടായിരുന്ന 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം റൺവേ മുറിച്ചു കടക്കാൻ ട്രക്കിന് അനുമതി നൽകിയതിലുണ്ടായ ആശയക്കുഴപ്പമാണ് അപകടത്തിന് കാരണം. വിമാനം വരുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ട്രക്ക് നിർത്താൻ കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല. ഇന്ന് ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള വിവിധ ബോധവൽക്കരണ പരിപാടികൾ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്.